ഇതുണ്ടല്ലോ കുറച്ച് നാൾ മുന്നേ എടുത്ത ഒരു വീഡിയോ ആയിരുന്നേ. ആബേലിനിപ്പോൾ പനിയും ജലദോഷമൊക്കെ വന്നാൽ വിട്ടു മാറുന്നതേ ഇല്ല. അപ്പം നേരെ ഒരു ചുമ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അവനെ കൊണ്ട് പോയതാണേ. അപ്പോൾ ആബേലിന് കൂട്ട് കിട്ടിയതായി ഒരു ചേച്ചിപ്പെണ്ണിനെയെ. കുറേ നേരമായിട്ട് ഇവനെ ചുറ്റിപ്പറ്റി ഞാൻ പോകുന്നതിലൊക്കെ നടക്കുമായിരുന്നു. എടുക്കുന്നോന്ന് ചോദിച്ചപ്പം അവനെ എടുത്തുകൊണ്ട് അവളങ്ങ് പോയേ. പിന്നെ ഞങ്ങളുടെ ടോക്കൺ ആവുന്നോടം വരെ അവനെ എടുത്തുകൊണ്ട് അവൾ കളിക്കുമായിരുന്നേ. ബംഗാളി കൊച്ചാന്നാ തോന്നുന്നേ. അവൾ വിചാരിച്ചതേ ആബേല് പെങ്കൊച്ചാന്നാ. ഞാനപ്പോൾ ഓർക്കുമായിരുന്നേ, ഞാൻ 4-ാം ക്ലാസ്സിലും എൻ്റെ ചേട്ടൻ 6-ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇളയ സാധനം റോസമ്മ ഉണ്ടാവുന്നത്. ഏറെക്കുറെ അവളുടെ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ചേട്ടായി തൊട്ടിയാട്ടും, ഞാൻ പാട്ട് പാടും, കുറുക്ക് കൊടുക്കും, ഞങ്ങൾ കളിക്കുന്നിടത്ത് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ. മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ആബേലിന് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവളങ്ങ് പോയേ. ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറിയിട്ട് ശ്രീകണ്ഠാപുരത്തോട്ട് പോയേ. ബസ്സിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേനെ കണ്ടു. പിന്നെ അവരുടെ കൂടെയായിരുന്നു ആബേൽ. പിന്നെ ഞങ്ങൾ തണൽ നോക്കി നടന്ന് ആബേലിൻ്റെ ഹോട്ടലിലെത്തി. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ മാത്രം ലോകമായിരുന്നു. ഏത് ലോകം? ശ്രീകണ്ഠാപുരം ടൗൺ എന്ന ലോകം. വല്ല മാറ്റമൊന്നുമില്ല ലോകത്തിന്. കളിപ്പാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കൈ ചൂണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവന് JCB പോലെ ഇരിക്കുന്ന ഒരു വണ്ടി വാങ്ങിക്കൊടുത്തേ. കാര്യമൊന്നുമില്ല, 2 ദിവസത്തേക്ക് എറിഞ്ഞു പൊട്ടിക്കാനുള്ളതല്ലേ. പിന്നെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങി, ആബേലിന് കുറുക്കുണ്ടാക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങി, ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിങ്ങ് പോന്നേ. ആബേലിന് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ കാണാം കേട്ടോ.